ഇത് കോമഡി പടമാണെങ്കിലും ഒരു ഹോളിവുഡ് ജോണറിൽ വരുന്ന ഒരു പ്രത്യേക മൂവിയാണ്. നമുക്ക് ത്രില്ലറിനൊന്നും പറയാം. നമുക്ക് ഒട്ടും ബോറടിക്കില്ല. ആദ്യം ഉറപ്പിച്ചു തരാം. നിങ്ങൾക്ക് ഒരു നന്നായി ചിരിച്ച് ആസ്വദിക്കാം. പ്രത്യേകം മെസ്സേജ് അങ്ങനൊന്നുമില്ല. പക്ക എൻ്റർടൈനറാണ്. എന്നാൽ മാസത്തല്ല, ഒരു നല്ല ഒരു ഇംഗ്ലീഷ് പടം കാണാം. ശരിയുടെ കൂടെ കാണുമ്പോൾ നമ്മുടെ സീനൊക്കെ വർക്കൗട്ട് ആവുന്ന കാണുമ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാണ്. എന്തായാലും ഈ മൂവി ഒരു നല്ല രീതിയിൽ പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നുള്ള കാര്യം ഷുവറാണ്. വളരെ വ്യത്യസ്തമായ ഒരു ചിത്രം. ഷറഫുദ്ദീൻ്റെ കാഞ്ഞങ്ങാട് ചിത്രീകരിച്ച ഒരു കോമഡി ചിത്രം. പോലീസ് സ്റ്റേഷനിൽ നല്ല രീതിയിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ചിത്രം. അടിപൊളി വർക്കാണ്. ഞാൻ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ സെയിം വേവ് ലെങ്ത്തിൽ എൻജോയ് ചെയ്ത വർക്കാണ്. കുറേ നാളിന് ശേഷം ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. നല്ല വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ മലയാള സിനിമയിലൊക്കെ കാണാത്തൊരു സ്റ്റൈല്, മൊത്തത്തിൽ മ്യൂസിക്കും കളർ ഗ്രേഡിങ്. ഇത് ഒരു ക്രൈം കോമഡി, ഒരു കോമഡി തന്നെയാണ്. കുറച്ച് എന്താ പറയുക, അങ്ങനെ റിയലിസ്റ്റിക് കോമഡി അല്ല, അല്ലാതെ കുറച്ച് ഡാർക്ക് ഹ്യൂമറും കുറച്ച് എന്നെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫണ്ണായിട്ടുള്ള സിനിമയാണ്. ഭയങ്കര സീരിയസ് പരിപാടി എക്സ്പെക്ട് ചെയ്ത് വരുന്നവർക്ക് അങ്ങനെയല്ല. പിന്നെ അതിനകത്തൂടെ പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. സോ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിനകത്ത് തീ എന്നുള്ള പാട്ട് ലിറിക്സ് എഴുതിയത് ഹരിതയാണ്. സോ നമ്മളെ ടീം എല്ലാവരും ഉണ്ട്. നിങ്ങൾ കണ്ടോ? ഇത് എന്താ തോന്നുന്നത്? നിങ്ങൾ പറ, ഇതിനകത്ത് എന്നെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? വിൻസി ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻ ആണെങ്കിലും ഷർഫിനോട് കംപ്ലൈന്റ് പറയുന്നതൊക്കെ നമുക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് അപ്പൊ സന്തോഷം. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതല്ല, അഭിനയിക്കുന്നതായിട്ട് തോന്നി, ജീവിക്കുന്നതായിട്ട് തോന്നി. അപ്പം എന്റെ ദൈവമേ, എനിക്കൊരു മോനുള്ളതാ. അവന് നമുക്കാണെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചേച്ചിയുടെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ജോയിനാണെങ്കിലും ഇതുപോലെ ഒരു അമ്മായിമേനെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? റിയൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ട് അതിനകത്ത് അഭിനയിക്കാൻ വേണ്ടി? റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഇല്ല, എന്റെ മോൻ കല്യാണം ആയിട്ടില്ല. കല്യാണം ആയാൽ അതിനകത്ത് പറയുന്നത് പോലെ മകനെ കൂടുതലായിട്ട് മരുമോള് സ്റ്റേജിൽ ചിലപ്പോൾ ഉണ്ടാവും, സ്വാഭാവികം. കാരണം ഞാനൊരു അമ്മയാവുന്നതിന് മുമ്പ് ഞാനൊരു ഭാര്യയായിരുന്നു, ഒരു മരുമോളായിരുന്നു. അതുകൊണ്ട് അനുഭവങ്ങൾ പലതുണ്ടല്ലോ. അതൊക്കെ ചെറുതായിട്ട് ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അല്ല, ജീവിതത്തിന്റെ കുറെ പിന്നെ ചിലപ്പം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഓഡിയൻസിന്റെ കൂടെ ഇന്നിതിപ്പോ ഓഡിയൻസിനപ്പുറം ഫസ്റ്റ് ഷോ ആയതുകൊണ്ട് ഇങ്ങനെ എന്ത് തോന്നാനാ? ഓഡിയൻസിന് എന്ത് തോന്നി, നിങ്ങൾക്ക് എന്ത് തോന്നി? അതാണ് എനിക്കറിയേണ്ടത്. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാം, ഞാൻ അഭിനയിക്കുന്നത് സിനിമ എൻ്റെ ബെസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ പ്രത്യേകിച്ച് എന്താ പറഞ്ഞത്, നിങ്ങൾക്കത് എന്താണ് ഫീൽ ആവുന്നത്, നിങ്ങൾക്കത് എന്നെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളത് അറിയുന്നതാണ് എൻ്റെ സന്തോഷം. അപ്പം നിങ്ങൾ തന്നെ പറ, നിങ്ങൾ തന്നെ പറ, എങ്ങനെ ഉണ്ടായിരുന്നു അമ്മായിമ്മ? എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? ഭാവിയുണ്ടോ അമ്മായിമ്മയ്ക്ക്? അത് കേൾക്കാനാണ് എനിക്ക് ഇഷ്ടം. എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനായിരുന്നു ഈ അമ്മ അമ്മായിയൊക്കെ മാറ്റി വേറെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം? എനിക്ക് അങ്ങനെയില്ല. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നിങ്ങൾ ഒരാളായിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമായിട്ടെങ്കിലും എന്നെ ഉൾക്കൊള്ളാൻ പറ്റണം. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അമ്മയാകാം, അമ്മൂമ്മയാകാം. കണ്ടോ, ആരാട്ടം എൻ്റെ അഭിപ്രായം കിട്ടിയില്ലേ? സന്തോഷമായില്ലേ? എപ്പോഴും ഈ ചിരിയിൽ നിങ്ങൾ കാണിക്കുന്ന സത്യം ഒന്നും ഉണ്ടാവണം. അങ്ങനെയുള്ള സിനിമകൾ കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. നല്ല ടീമിൻ്റെ കൂടെ.